ജനിച്ചു വീഴുമ്പോൾ കുഴിമാടത്തിലേക്ക് തള്ളിയിട്ടിരുന്ന പെൺകുട്ടികൾക്ക് ജന്മാവകാശം നൽകി ജീവാവകാശം നൽകിയ മതമാണ് ഇസ്ലാം. കംപ്ലീറ്റ് ഫ്രീഡം, സമ്പൂർണമായ സ്വാതന്ത്ര്യം നൽകിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ലാമാട്ടിൻ വിളിച്ചു ചോദിക്കുന്നത്, smallness of means, greatness of purpose and astonishing result. ലളിതമായ മാർഗത്തിലൂടെ പ്രൗഢമായ ലക്ഷ്യത്തിലേക്ക് അത്യുജ്വലമായ വിജയം വരിച്ചവർ. ഞാൻ ലോകത്തെ മുഴുവനും നോക്കി, ഒരാളെയും കാണാൻ കഴിയുന്നില്ല. അവസാനം എനിക്ക് കാണാൻ കഴിഞ്ഞത് the prophet of the desert, holy prophet മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകരെയാണ്. ഇനി ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്, who could dare to compare with prophet മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുലനം ചെയ്യാൻ ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ? ലോകം ചോദിക്കുകയാണ്. ഇതൊരു മുസ്ലിം ചരിത്രകാരന്റെ വാചകമല്ല, ഇതൊരു ഇസ്ലാമിക വായനക്കാരന്റെ അഭിപ്രായമല്ല. ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഹൈന്ദവ സഹോദരനായ കവി, അദ്ദേഹം നോക്കുകയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, നിങ്ങൾ ഹിന്ദുവായിരിക്കെ എന്തിനാണ് മുഹമ്മദ് നബിയെ ഇത്ര പ്രകീർത്തിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേ ഹിന്ദു ഭീ തലബഗാറെ മുഹമ്മദ് ഭീ ഹേ. ഞാൻ ഹിന്ദുവാണ്, അതോടൊപ്പം ഞാൻ മുഹമ്മദ് നബിയെ ഇഷ്ടം വെക്കുന്ന ആളാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു, റഹ്മത്തുൽ ലിൽ ആലമീൻ സേ ഹശ്ർ മേ മാനാ ഖുലേ. ലോകത്തിന് മുഴുവനും കരുണയാണ് മുത്തുനബി തങ്ങൾ എന്നതിന്റെ ആശയം നാളെ വെളിവാകുന്നതാണ്. മുझे भी ले जाएंगे ജന്നത്ത് മേ, എന്നെ കൂടി സ്വർഗത്തിലേക്ക് എന്റെ നേതാവ് കൊണ്ടുപോകും. അതാരാണ്? ആഖായെ നാംദാർ താജ്ദാറെ മദീന സർവറെ ആലം സർക്കാരെ ദോ ആലം റൂഹി ഫിദാ ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന്റെ മരണശയ്യയിൽ കിടക്കുമ്പോ അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ്, കൗസർ അലി കൗസരി എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം പറയുകയാണ്, എന്റെ കുടുംബമേ, എന്നെ ഈ ആസന്ന ഘട്ടത്തിൽ എന്നെ വിളിക്കാൻ എന്റെ പ്രവാചകർ വന്നിരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് പ്രവാചക ശ്രേഷ്ഠരെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ്. ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഹൈന്ദവ സഹോദരനായ കവി പുണ്യനബിയെ വായിക്കുകയാണ്, ജീവിതത്തിന്റെ നാനാർത്ഥങ്ങളെ അറിയുകയാണ്. അവസാനമാണ് മദീനായുടെ മലർവനിയിരുന്ന മാലോകരുടെ ഹൃത്തടങ്ങളിൽ വിശിഷ്ട ഗുണങ്ങളുടെ വരിഷ്ഠാധ്യായങ്ങളെ അത്യുജ്വലമായി വിതച്ചു കൊടുക്കുന്ന നായകർ, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ജ്യോതിസായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയാണ്. ആനുകാലിക ലോകത്തെ സ്ത്രീജനങ്ങൾ അറിയണം, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യം എത്ര വലുതാണ്. നമ്മുടെ നാട്ടിലൊക്കെ സമത്വവാദം പോയിട്ട് അടിസ്ഥാനാവകാശം കൊടുക്കാൻ കഴിയണില്ല. പുര നിറച്ചു നിൽക്കുന്ന പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ ഒരു നിയമം കൊണ്ടുവരാൻ ഇവിടുത്തെ വ്യവസ്ഥിതിക്ക് കഴിയുന്നില്ല. ഇപ്പോഴും സ്ത്രീധനത്തിന്റെ കണ്ണുനീരിൽ കുടുംബങ്ങൾ തലകുനിച്ചും കുഴികുഴിച്ചും കാത്തിരിക്കുകയാണ്. അപ്പോഴിവിടെ ലിംഗസമത്വത്തിന്റെ ഗീർവാണങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. അയ്യയ്യോ, എന്തൊരു അത്ഭുതമാണിത്! അതേ സമയത്ത് ഇസ്ലാമിക നിയമം നടപ്പിലായ നാടുകളിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പോ ഒരു മുസ്ലിം പിതാവ് അഭിമാനിക്കുകയാണ്, എന്റെ വീടിന്റെ വാതിൽക്കൽ നല്ലവരായ ആൺകുട്ടികൾ മഹറും ഒരുക്കി വന്ന് കാത്തു നിന്നിട്ട് നിങ്ങളുടെ മോളെ കെട്ടിച്ചേരുമെന്ന് ചോദിക്കൂ. അതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ ആൺകുട്ടികളെ കെട്ടിക്കാനുള്ള ചാരിറ്റി സംഘടനകളാണുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള ചാരിറ്റി സംഘടനകളാണ്. ആദ്യം ഇവിടെയല്ലേ മാറ്റം വരേണ്ടത്? ലോകം കണ്ട ഏറ്റവും നീതിമാന്മാരായ ഭരണാധികാരികളിൽ ഒരാളായ
ധീരമായ മുന്നേറ്റങ്ങളിലൂടെ ലോക മാനിഫെസ്റ്റോകളിൽ ഇടപെടാൻ അവകാശം ലഭിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകേന്ദ്രത്തിലേക്ക് ഒരു പെണ്ണ് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, ഹലോ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്, ഞങ്ങളുടെ മഹറിന്റെ അളവ് നിശ്ചയിക്കാൻ നിങ്ങൾ ആരാണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരം അനുവദിച്ചു കൊടുക്കണമെങ്കിൽ ഇത്ര വിവാഹമൂല്യം വേണമെന്ന് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണ്. അതിൽ ഇളവ് വരുത്താൻ പറയാൻ നിങ്ങൾ ആരാണ്? ധീരനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിക്കുന്നു. കിസ്റ വിറക്കും, കൈസറും ഞെട്ടുന്നതാ, മുഖൗഖിസിന്റെ കൊട്ടാരവും തകരുന്നതാ. അങ്ങനെയുള്ള മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വന്നുകൊണ്ട് ആ രാജ്യത്തെ ഒരു വനിത, ഒരു സിവിലിയനായ വനിത വന്ന് ചോദിക്കുന്നു, അല്ല, ഞങ്ങളുടെ അവകാശത്തെ നിഷേധിക്കാൻ നിങ്ങൾ ആരെന്ന്? കിസ്റയുടെയും കൈസറിന്റെയും റോമിന്റെയും കോട്ടകൊത്തളങ്ങളിൽ ഇസ്ലാമിന്റെ സഹോദരന്മാരെ ഉമർ എന്ന് പറയുമ്പോ ഭരണാധികാരികൾ ഞെട്ടുമായിരുന്നു. അങ്ങനെയുള്ള മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ വന്ന് അവകാശം നിലനിർത്താനും ചോദിച്ചു വാങ്ങാനുമുള്ള ആ സ്വാതന്ത്ര്യം നൽകിയ മതമേതാണ്? അടിസ്ഥാനപരമായി ജീവാവകാശം നൽകിയ മതമേതാണ്? ജന്മാവകാശം നൽകിയ മതമേതാണ്? ഇതെല്ലാം ലോകത്തിനു നൽകിയ നായകരാണ്. ഈ ലോകത്തോട് വിട പറയാൻ നേരം അവസാനം ചില മൊഴികൾ പറഞ്ഞു. 63 കൊല്ലത്തെ ജീവിതത്തിന്റെയും 23 കൊല്ലത്തെ ഔദ്യോഗിക ദൗത്യങ്ങളുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുന്ന നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെല്ലാമാണ് പറയാനുള്ളത്. പക്ഷേ അവിടുന്ന് പറഞ്ഞ ഒരു വാചകമാണ്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കല്ലേ. സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരു ലീഡർ, ഒരു നേതാവ്, ആ നേതാവിന്റെ പാഠഭാഗങ്ങളെ ഏതെങ്കിലും താൽക്കാലിക താൽപര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ചർച്ചയ്ക്ക് വേണ്ടി വലിച്ചഴച്ചാൽ ന്യായത്തെ തിരിച്ചറിയാനുള്ള ബോധം